നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോന ജെറിയും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് റുബേഷ് രാമകൃഷ്ണന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള. പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. കേസിൽ പ്രതികളെ പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും പാറക്കൽ അബ്ദുള്ള 24-നോട് പറഞ്ഞു. അത് ഒരു വലിയ തമാശയാണ്. അത് 2024 ഏറ്റവും വലിയൊരു തമാശ. ഈ ഇതൊന്നും കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വക്കീൽ നോട്ടീസിന് ഒരു മറുപടിയും ഞങ്ങൾ അയക്കുന്നില്ല. അതിനെ ഇഗ്നോർ ചെയ്യാണ്. പോലീസ് ഒത്തുകളിക്കുകയാണെന്നുള്ള ആരോപണമില്ല. പോലീസ് ഒത്തുകളിക്കുക ഇതുവരെ ചെയ്തത് ഇതൊക്കെ CPM ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്ന് ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ ഈ കോടതിയിൽ പോലീസ് കൊടുത്ത അഫിഡവിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാറക്കൽ അബ്ദുള്ള അപകീർത്തിപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് റുബേഷ് രാമകൃഷ്ണന്റെ വക്കീൽ നോട്ടീസ്. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് റുബേഷ് ആണെന്നാണ് പോലീസ് റിപ്പോർട്ട്. അതേസമയം നാളെ വടകരയിൽ ഡിവൈഎഫ്ഐ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. മിഥില ബാലൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, അങ്ങനെ ആ വിവാദം വീണ്ടും കത്തുകയാണ്. ഇപ്പോൾ പാറക്കൽ അബ്ദുള്ള ഈ വക്കീൽ നോട്ടീസിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഡിവൈഎഫ്ഐയുടെ നാളത്തെ വിശദീകരണ യോഗം എപ്പോഴാണ് മിഥില? ഉന്മേഷ്, പാറക്കൽ അബ്ദുള്ള പറഞ്ഞത് ഈ വക്കീൽ നോട്ടീസിന് ഒരു തരത്തിൽ പോലും മറുപടി നൽകില്ല. 2024 ഏറ്റവും വലിയ തമാശയാണ് തനിക്കെതിരെ വന്ന ഈ ഒരു വക്കീൽ നോട്ടീസ്. പോലീസ് ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ഒത്തുകളിക്കുകയാണ്. താൻ റുബേഷ് രാമകൃഷ്ണന്റെ പേര് താനായിട്ട് പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ പോലീസാണ് റിപ്പോർട്ട് നൽകിയത്. പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ എടുത്തു പറഞ്ഞത് എന്ന ഒരു കാര്യമാണ് പാറക്കൽ അബ്ദുള്ള 24-ലൂടെ പറഞ്ഞത്. ഈ ഒരു വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യം, റുബേഷ് രാമകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം എന്നത് തനിക്കെതിരെ മുൻ MLA കൂടിയായ പാറക്കൽ അബ്ദുള്ള വ്യാജ പ്രചാരണം നടത്തുന്നു. ഇത് തനിക്ക് വലിയ രീതിയിലൊരു മാനഹാനി, വ്യക്തിഹത്യ ഉണ്ടാക്കുന്ന ഒരു നടപടിയായി മാറുന്നുണ്ട്. തനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. DYFI നേതാവാണ്, താനൊരു അധ്യാപകനാണ്. തനിക്കെതിരെ നടത്തുന്ന ഇത്തരം തെറ്റായ പ്രചരണങ്ങളിൽ വലിയ രീതിയിലുള്ള മാനഹാനി തനിക്കുണ്ടാവുന്നുണ്ട്. ഈ ഒരു വക്കീൽ നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം ഇതിന് ഖേദപ്രകടനം നടത്തണം, അത് പരസ്യമായി പ്രസിദ്ധപ്പെടുത്തണം. അത്തരത്തിൽ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ ഒരു വക്കീൽ നോട്ടീസിലൂടെ റുബേഷ് രാമകൃഷ്ണൻ പറയുന്നത്. അതേസമയം തന്നെ എന്താണ് അവിടെ സംഭവിച്ചത്, പ്രത്യേകിച്ച് DYFI നേതാവിനെതിരെ ഇത്ര വലിയൊരു ആരോപണം അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ടെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ വടകരയിലെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അതിനാണ് DYFI നാളെ അവിടെ ഒരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ 617 പേർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ വീതം കൈമാറി എന്ന് സർക്കാർ. മറ്റുള്ളവർക്ക് സഹായധനം വേഗത്തിൽ എത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചു. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ നൽകിയ ധനസഹായത്തിന്റെ കണക്ക് എങ്ങനെയെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്? ഷഫീദ്. ഉന്മേഷം, വളരെ പെട്ടെന്ന് തന്നെ വയനാട് ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കടക്കമുള്ള നഷ്ടപരിഹാര തുക സർക്കാർ വിതരണം ചെയ്യുകയാണ്. ഇന്ന് ഈ ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ 10,000 രൂപ വീതം 617 പേർക്ക് ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നായി 12 പേർക്ക് ഏതാണ്ട് 72 ലക്ഷം രൂപയും ധനസഹായം നൽകിയിട്ടുണ്ട്. മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ വീതം 124 പേർക്കായി അനുവദിച്ചു. ദുരന്തത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 34 പേരിൽ രേഖകൾ ഹാജരാക്കി അവർക്ക് ധനസഹായം നൽകാനുള്ള നടപടിയും പുരോഗമിക്കുകയാണെന്ന് സർക്കാർ അറിയിക്കുന്നു. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ 26 കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതിൽ തനിക്ക് പങ്കില്ലെന്ന് മുൻ മാനേജർ മധു ജയകുമാറിന്റെ വീഡിയോ സന്ദേശം. ആരോഗ്യ പ്രശ്നം കാരണമാണ് താൻ വടകരയിൽ നിന്ന് മാറിയത് എന്നും വിശദീകരണം. പോലീസ് അന്വേഷണം തുടരുമ്പോഴാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നത്. ഞാൻ ചെയ്യാതെ തെറ്റിക്ക് എന്നെ നായ പോലെ ഇങ്ങനെ അളയി വെക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്ര ഒരു പെർഫോമൻസ് ചെയ്ത മാനേജറിന്. എൻ്റെ ലൈഫ് സേവ് ചെയ്യണം പ്ലീസ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്. അഭിജിത്ത്, ഈ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് എന്താണ് അഭിജിത്ത്? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ മധ ജയകുമാറിന്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വരുന്നത്. ഇയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തതയില്ല. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് താൻ നിരപരാധിയാണ്, താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് പഴി കേൾക്കുന്നത്, താൻ ഒരു നായയെ പോലെ അലയുകയാണ്. ഈ നാട്ടിൽ അന്വേഷിച്ചാൽ, വടകരയിൽ അന്വേഷിച്ചാൽ തന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, തൻ്റെ കരിയർ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ചില ജീവനക്കാർ, അതായത് ഇപ്പോഴുള്ളതും മുൻപ് ബാങ്ക് ഓഫ് ബറോഡയുടെ വടകര ശാഖയിൽ ജോലി ചെയ്തിരുന്നതുമായ ചില ജീവനക്കാർ
പോലീസുകാരാണ് തന്നെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. തനിക്ക് ഈ പറയപ്പെടുന്ന കാര്യത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നാണ്, ആ രീതിയിലുള്ള ഒരു അവകാശവാദമാണ് നിലവിൽ ഈ പ്രതി ചേർക്കപ്പെട്ട മധ ജയകുമാർ ഉന്നയിക്കുന്നത്. ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 17 കോടിയോളം രൂപ വിലമതിക്കുന്ന 26 കിലോ സ്വർണമാണ് നഷ്ടമായത്. പിന്നീട് വന്ന ബാങ്ക് മാനേജർ ഇർഷാദ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്വർണം നഷ്ടമായ വിവരം അറിയുന്നതും പിന്നീട് വടകര പോലീസിൽ പരാതി നൽകുന്നതും പോലീസ് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിനിടയിലാണ് വടകരയിലെ ചില പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ഒരു സന്ദേശം ഈ പോലീസ് തിരയുന്ന പ്രതിയായ മധ ജയകുമാർ അയച്ചു നൽകിയത്. അതിന്റെ ആ ഒരു പ്രതികരണമാണ് നാം ഇപ്പോൾ കേൾക്കുകയും ചെയ്തത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. താൻ നിരപരാധിയാണ് എന്ന അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ മധ ജയകുമാർ ഈ വീഡിയോ സന്ദേശത്തിലൂടെ. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. ഇടുക്കി കൊക്കയാർ വില്ലേജിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കും. 10 കുടുംബങ്ങളെയാണ് കൊക്കയാർ CSI ചർച്ച് പാരിഷ് ഹാളിൽ മാറ്റിപ്പാർപ്പിക്കുന്നത്. രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ മുതൽ ഇടവിട്ട് ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല കൂട്ടിക്കലിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് 10 കുടുംബങ്ങളെ, മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ താമസിക്കുന്ന 10 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക്, അത് രാത്രികാലങ്ങളിൽ മാത്രമാണ് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊക്കയാർ CSI പള്ളിയുടെ പാരിഷ് ഹാളിലാണ് ഈ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യും. പീരുമേട് മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഈ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം വെങ്ങോല പഞ്ചായത്ത് ഓഫീസിൽ മാലിന്യം തള്ളി യുവാവിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം നീക്കൽ അവതാളത്തിലായി എന്നാരോപിച്ചാണ് വെങ്ങാല സ്വദേശി അനൂപ് പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് ഓഫീസിൽ മാലിന്യം തള്ളിയ അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വേസ്റ്റ് മാലിന്യം, ദുർഗന്ധം വമിക്കുന്ന വേസ്റ്റ് മാലിന്യം പഞ്ചായത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുന്നു സ്റ്റാഫുകളുടെ ക്യാബിന്റെ ഇടയിലോട്ട് വലിച്ചെറിയാണ് ചെയ്തത്. തികച്ചും മലിന ജലം വരുന്ന വേസ്റ്റാണ് ഇട്ടിരിക്കുന്നത് പഞ്ചായത്തിലേക്ക്. ഞങ്ങളിത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെങ്ങോല പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ കയ്യിൽ നിന്ന് പോയ വേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ചാക്കിൽ പാലായിലെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പേരും ഫോൺ നമ്പറും എഴുതിയിരുന്നു. ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തിലെ ഒരു സ്ഥാപനമാണ് ഈ ടെക്സ്റ്റൈൽസ് എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട JD-യോട് ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ട്. തൊണ്ടി മുതലായ കാരണം പിന്നെ ഞങ്ങൾ മാറ്റുന്നത് ശരിയായ രീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങളതിൽ തൊട്ടിട്ടുമില്ല. നിതിൻ അംബുജുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എറണാകുളം ജില്ലയിലെ വെങ്ങോല പഞ്ചായത്ത് ഓഫീസിലാണ് യുവാവ് മാലിന്യവുമായി എത്തി പഞ്ചായത്ത് ഓഫീസിൽ ഈ മാലിന്യം തള്ളിയത്. പഞ്ചായത്ത് പരിധിയിൽ മാലിന്യ നീക്കം നടക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം. വെങ്ങാല സ്വദേശി അനൂപിന്റെ പ്രതിഷേധമാണ് പഞ്ചായത്ത് ഓഫീസിലുണ്ടായത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് വെങ്ങോല സ്വദേശിയായ അനൂപ് എന്ന വ്യക്തി പഞ്ചായത്തിനകത്ത് മാലിന്യക്കെട്ട് അവിടെ നിക്ഷേപിച്ചത്. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന മാലിന്യം നീക്കുന്നതിൽ പരാജയപ്പെട്ടു, വീട്ടിൽ സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ യുവാവ് ഈ മാലിന്യക്കെട്ടുമായി പഞ്ചായത്ത് ഓഫീസ് എത്തുകയും അതിനുശേഷം പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെല്ലാം ഉള്ളപ്പോൾ ഈ മാലിന്യക്കെട്ട് അവിടെ നിക്ഷേപിച്ചത്. അതേസമയം തന്നെ ഇതിൽ ഇപ്പോൾ പഞ്ചായത്ത് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് കോട്ടയം കടനാട് പഞ്ചായത്തിലെ മാലിന്യം അത് ക്ലീൻ കേരളയ്ക്ക് നൽകിയ മാലിന്യമാണ്. ആ ക്ലീൻ കേരള കമ്പനി ഇതുവഴി പോകുമ്പോൾ ലോറിയിൽ നിന്ന് അബദ്ധവശാൽ ആ മാലിന്യക്കെട്ട് പഞ്ചായത്ത്. ഇപ്പോൾ ഈ വെങ്ങോല പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹാഷിം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഹാഷിം, ഈ പറയുന്നത് ഈ അനൂപിന്റെ പ്രതിഷേധത്തിന് കാരണമായി പറയുന്നത് ഈ പഞ്ചായത്തിൽ മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അത്തരമൊരു ആരോപണം അടിസ്ഥാനമുള്ളതാണോ ശ്രീ മുഹമ്മദ് ഹാഷിം? പഞ്ചായത്തില് ഈ അനൂപ് എന്ന വ്യക്തി, മുഹമ്മദ് ഹാഷിമാണ് സംസാരിക്കുന്നത്. അനൂപ് എന്ന വ്യക്തി സ്ഥിരം ഞങ്ങൾക്കൊരു ശല്യക്കാരനാണ്. വളരെ ദാർഷ്ട്യത്തെ നിയമത്തിനെയൊക്കെ പുല്ലുവില കാണിക്കുന്ന മനുഷ്യനാണ്. അതിന്റെ ഉത്തമ തെളിവാണ് ഇന്ന് വേസ്റ്റ് കൊണ്ടുവന്ന ഇതിലിട്ടത്. ഇന്ന് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെയും ഞങ്ങളെയും പഞ്ചായത്ത് മെമ്പർമാരെയും കരിവാരി തേക്കാൻ വേണ്ടി അദ്ദേഹം ഉച്ചയായപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് പഞ്ചായത്തിൽ, അതായത് ദുർഗന്ധം വമിക്കുന്നതും വെള്ളം അതിന്റെ അകത്ത് ലെഗസി ആയിട്ടുള്ള വേസ്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നത്. അതിലാണെങ്കിൽ വ്യക്തമായിട്ട് പാലയിലെ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് ഉണ്ട്. അത് ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിന് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കടനാട് പഞ്ചായത്തിൽ, കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ വേസ്റ്റ് ആണ് ഈ വേസ്റ്റ്. അതിനുശേഷം ഞാൻ കടനാട് പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു വെച്ചു, പറഞ്ഞു ഞങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക്
കൈമാറിയ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അതിലെ ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിൽ നിന്ന് വിട്ടുവയ്ക്കാൻ പറ്റിയത്. ഞങ്ങൾ അത് പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഇപ്പൊ വേസ്റ്റ് എടുക്കുന്ന ഏജൻസിയുടെ ലോറി ഇപ്പൊ വന്ന് കിടപ്പുണ്ട് അത് കൊണ്ടുപോകാൻ വേണ്ടി. ഈ മനഃപൂർവ്വം ഞങ്ങൾക്ക് ഇപ്പൊ ഓഫീസിൽ ഇന്ന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശ്രീ മുഹമ്മദ് ഹാഷിം, അതെ, താങ്കൾ പറയുന്നത് ഈ താങ്കളുടെ പഞ്ചായത്തിന്റെ, താങ്കൾ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ പോലും നിക്ഷേപിക്കപ്പെട്ട മാലിന്യമല്ല മറ്റെവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന് ഓഫീസിൽ തള്ളുകയായിരുന്നു എന്നാണ്. വഴിയില് അത് ലോറിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു വഴിയിൽ വീണ് പോയതാന്ന് പറഞ്ഞു. വീണ് പോയത് അവര് ഡംപിങ് യാർഡിലേക്ക് കൊണ്ടുപോയ വേസ്റ്റ് വീണ് പോയത്. ഈ അനൂപ് എന്നും പരാതിക്കാരനാണ്, ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം മനഃപൂർവ്വം പഞ്ചായത്ത് ഞങ്ങളുടെ വേസ്റ്റ് കളഞ്ഞ് ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ഞങ്ങളും നിങ്ങളും അനുഭവിക്കുന്ന പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത്. അതിന്റെ കവർ പൊട്ടി വേസ്റ്റ് വെള്ളം എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണല്ലോ അവിടെ ഈ മാലിന്യ നീക്കം പഞ്ചായത്തുകളിൽ സാധാരണ. അത് കാര്യക്ഷമമായി തന്നെ നടക്കുന്ന പഞ്ചായത്താണോ വെങ്ങോല, ശ്രീ മുഹമ്മദ് ഹാഷിം? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. 100% ഇല്ലെങ്കിലും കാര്യക്ഷമമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പരമാവധി ഇതില്ല വഴക്കില്ലാതെയും പ്രശ്നങ്ങളില്ലാതെയും കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് അയാള് ഷോ കാണിക്കലും കൂടി ഉദ്ദേശിക്കുന്ന സ്വമേധ അയാള് വീഡിയോ എടുത്ത പഞ്ചായത്തിന് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇത്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പോലീസുകാരെ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് എനിക്കത് ലാഘവബുദ്ധി ആദ്യം കാണിച്ചായിരുന്നു, അതിനുശേഷം എടുത്തിട്ടുണ്ടാവും ഞങ്ങൾ കരുതുന്നത്. ഇപ്പൊ ഈ മാലിന്യം നീക്കി ഓഫീസിൽ ഇപ്പൊ കിടക്കണം. ഇപ്പൊ തൊണ്ടി മുതൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാർ ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. പോലീസ് എത്തി നീക്കട്ടെ എന്നായിരിക്കും അല്ലേ? അതെ. ശരി, നന്ദി ശ്രീ മുഹമ്മദ് ഹാഷിം. അദ്ദേഹം പറയുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ യുവാവ് എത്തിയത്, അനൂപ് എത്തി ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വെങ്ങോല പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഹാഷിം അറിയിക്കുന്നത്. രാജസ്ഥാനിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ പ്രതിയായ വിദ്യാർത്ഥിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. ഉദയ്പൂർ ജില്ലാ ഭരണകൂടത്തിന്റേതാണ് നടപടി. വിനീത വീജ് ചേരുന്നു. വിനീത, എന്താണ് ഈ നടപടിക്ക് അടിസ്ഥാനം? വിനീത. ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഇരു വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളിൽ വെച്ച് അടിപിടി ഉണ്ടാകുന്നത്. ആ അടിപിടി പിന്നീട് ഒരു കത്തിക്കുത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഒരു 10ാം ക്ലാസ്സുകാരന്റെ തുടയിൽ മറ്റൊരു വിദ്യാർത്ഥി സഹപാഠി കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. ഈ വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സഹപാഠിയെയും ഒപ്പം തന്നെ കുട്ടിയുടെ പിതാവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടി പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് ഉദയ്പൂരിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ നിരോധനാജ്ഞ ഉൾപ്പെടെയാണ് പോലീസ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സംഘം സംഘർഷത്തിന്റെ ഭാഗമായി ഒരു സംഘം ആളുകൾ അവിടെ എത്തുകയും കാറുകൾ കത്തിക്കുകയും ഒപ്പം തന്നെ കടകൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ആ മേഖലകളിലൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഈ പ്രതിയായ വിദ്യാർത്ഥിയുടെ വീട് തകർത്തു എന്നുള്ളതാണ്. ബുൾഡോസർ കൊണ്ടുവന്നാണ് അധികൃതർ ആ വീട് തകർത്തത്. ഉദയ്പൂർ ജില്ലാ ഭരണകൂടത്തിന്റേതാണ് ഈ നടപടി. ഇതിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു വിശദീകരണം, ഈ പ്രതിയുടെ വീട്, ഈ പ്രതിയായ കുട്ടിയുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടായിരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ വനമേഖലയിലായിരുന്നു ആ വീടെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയായ ആ കുട്ടിയുടെ വീട് അധികൃതർ നേരിട്ടെത്തി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത്. വാർത്തകളിലേക്ക് തിരികെ. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുണ്ടക്കൈ ചുരമല ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ച ദുരന്ത മേഖല സന്ദർശിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ ഞാനും വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ സന്ദർശിക്കുകയുണ്ടായി. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.